നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാൻജി, ഈ ഫ്രഞ്ച് തത്വ റൂസോ പറഞ്ഞു നല്ലവനായ കാട്ടാളെന്ന ജനങ്ങളെക്കുറിച്ച്. മനുഷ്യൻ നല്ലവരാണ്, വളർന്ന സാഹചര്യം അനുസരിച്ച് പിന്നെ മോശമാകുന്നത്. ഇത് തന്നെയാണ് ഖുർആനും അല്ലെങ്കിൽ പ്രവാചകവചനവും. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ നല്ലവനാണ്. അവൻ വളർന്നവൻ്റെ സാഹചര്യത്തിലാണ് അവൻ്റെ നല്ലതും ചീത്തയാകുന്നത്. ഇതിന് ആധുനിക മനഃശാസ്ത്രത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡും പറഞ്ഞിട്ടുണ്ട്. ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവനായിട്ട് ജനിക്കുന്നത്, വളരുന്ന സാഹചര്യമാണ് ചീത്തയാകുന്നത്. അപ്പോൾ ഖുർആനും ഹദീസൊക്കെ പറഞ്ഞത് 1500 വർഷം മുൻപാണ്. ഇതൊക്കെ 10, 100, 200 വർഷം മുമ്പാണ്. പക്ഷെ പ്രചരണം കിട്ടാത്തതുകൊണ്ട് അതൊന്നും അറിയപ്പെടുന്നില്ല, ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പ്രചാരണം പോരാ, അല്ലേ? ശബ്ദത്തേക്കാൾ വേഗതയിൽ വസ്തു ടാക്കിയൊന്നും ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടുണ്ട് ആകുമ്പോൾ ഇന്ത്യക്കാർ, മലയാളി. പക്ഷെ അത് ലോകം അറിയുന്നില്ല. കാരണം ഇന്ത്യക്കാരൻ്റെ ഇപ്പോൾ മലയാളി ആയിപ്പോയി. അതാണ് പ്രചരണത്തിൻ്റെ കുഴപ്പം. കാര്യം പുകവലി നന്നല്ല എന്ന് പറഞ്ഞ് $100 കോടി ഐക്യരാഷ്ട്ര സംഘടന പരസ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അറിയപ്പെടുന്നില്ല. അതിനേക്കാൾ പുക വലിക്കാൻ പറഞ്ഞിട്ട് $10,000 കോടി പരസ്യം കൊടുക്കുക. അതിനിടയിൽ ഇത് മുങ്ങിപ്പോവാണ്. പെട്രോമാക്സ് കത്തിരിക്കലും മെഴുതിരി കത്തിരിക്കാൻ കാണും. അതുപോലെ ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക്. ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അതിൽ വളരെ കാര്യമുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ 100% മുസ്ലിമൊന്നുമല്ല. ഇതിലൂടെ മുസ്ലിം മുഖ്യമന്ത്രിയാണ്. മുസ്ലിം പിന്നെ ഒരു 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 രീതി തന്നെയാണ്. പക്ഷെ അവരെന്ത് പേരിട്ടിരിക്കുന്ന മുസ്ലിം എന്നല്ല, നാഷണൽ കോൺഫറൻസ് എന്നാണ്, NC. മുസ്ലിം ലീഗ് ഈ മുസ്ലിം എന്ന പേര് ഉപയോഗിച്ച് അത് ചെറുതായതിൻ്റെ പേരിലാണ് അവർക്ക് ഈ അവസരങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ എന്താ പറ്റുന്നറിയുമോ? 40% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ഈ ലീഗുകാർ കുറച്ച് മാറിയ ഒരു ജാതി പേരിൽ പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ സമുദായത്തിന് മൊത്തത്തിൽ ബലക്ഷയമായിപ്പോയി. നിങ്ങൾ നോക്കിയ ക്രിസ്ത്യാനി കേരള കോൺഗ്രസ് ഏതെല്ലാം പാർട്ടി ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് കോൺഗ്രസിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യമില്ലേ? മെയിൻ പ്രാതിനിധ്യം ക്രിസ്ത്യൻസിൻ്റെ ഇപ്പോഴില്ലേ? സ്റ്റിൽ നാവും ഇപ്പോഴും ഇല്ലേ? NSS ഏതെല്ലാം പാർട്ടി ഉണ്ടാക്കി പോയിട്ട്, അല്ല നായർ വിഭാഗം, അവർക്ക് ഇപ്പോഴും ഇല്ലേ? ഈഴുവരെ പ്രാതിനിധ്യ കുറവ്. കാരണം അത് 80% LDFിൽ പോയതുകൊണ്ട് പ്രാതിനിധ്യ കുറവുണ്ട്. എങ്കിലും ഉണ്ടല്ലോ, ആകല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കേട്ട് ഇപ്പോഴും ഈഴ മുഖ്യമന്ത്രി ഇല്ലേ കേരളത്തിൽ? എന്താടോ ഈഴവൻ്റെ നായയുടെ ഒപ്പം ഒരു മുസ്ലിം വരാത്തത്? അതിന് ഇവിടുത്തെ ഇതര സമുദായമല്ല കാരണക്കാർ. ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് നയിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. എന്നാണ് അവർക്കിത് വെളിച്ചമിടുക? ഈ കുഞ്ഞാക്ക നിങ്ങളുടെ കാലത്ത് തന്നെ നിങ്ങൾ ദേശീയ താരത്തിയിട്ട് മുസ്ലിമിൻ്റെ പേര് മാറ്റി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് 1ാം സ്ഥാനത്ത് എത്താൻ കേരളത്തിൽ. ഞാൻ ഉറപ്പ് പറയുന്നു, ഗ്യാരണ്ടി പറയുന്നു. ആരും എന്നെ എതിർക്കില്ല. പക്ഷെ നിങ്ങൾ ഈ സമുദായ പേര് ഉപയോഗിക്കുന്നതാണ് വെള്ളപ്പുള്ളി പോലെ എതിർക്കുന്നത്. നിങ്ങൾ സമുദായം ഇല്ലാത്തൊരു പാർട്ടിയിൽ നിങ്ങൾ നോക്ക്, മുസ്ലിം ആയതോടുകൂടി ആർക്കും ഒരു വിഷയമില്ല. പക്ഷെ ജാതി പാർട്ടി, സമുദായ പാർട്ടി എന്നൊക്കെ പറയുമ്പോഴേ വർഗീയമല്ലെന്ന് എഴുതി വെച്ചാലും മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിനും അമുസ്ലിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കുക. ഈ മണ്ട ശിരോമണി ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കാലം ഇതൊന്ന് ഉപദേശിച്ച് അവരെ ഒന്ന് നേർവിൽ കൊണ്ടാൻ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉത്സവക്കുറവും ദീർഘവിഷയമില്ലായ്മയും അത് വലിയ വില സമുദായം കൊടുക്കേണ്ടി വരും. കേരളത്തിൽ പോലും എന്താ മനസ്സിലാകത്ത്? ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഞാൻ അത് തന്നെ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തൊക്കെ തെറ്റിദ്ധരിച്ചല്ല, 30% താഴെയാണോ ഇന്ത്യയിൽ ഇന്ന് കൃത്രിമമായിട്ട് പോലും BJPയുടെ വോട്ടിംഗ് സപ്പോർട്ട് ലെസ് ദാൻ 30%. അതിനർത്ഥം 70% കൂടുതൽ RSS അല്ലെങ്കിൽ സംഘവിരോധി അല്ലെങ്കിൽ എന്നല്ലേ BJP വിരോധികൾ എന്നല്ലേ? എന്നിട്ട് എന്തടോ കോൺഗ്രസ്, എന്തടോ പിന്നെ ലാലുവിൻ്റെ മോനെ, എന്തടോ മുലായത്തിൻ്റെ മോനെ, എന്തടോ പിന്നെ ആരാണ് പറയുന്നത് ലീഗുകാർ, കോൺഗ്രസ്സുകാർ,
നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് വിജയിക്കാൻ പറ്റാത്തത്? 70% വോട്ടർമാർ പുറത്തു നിൽക്കുമ്പോൾ അവർ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഘടിപ്പിച്ച് നിങ്ങൾക്കൊരു മുഖ്യധാര രാഷ്ട്രീയം ഉണ്ടാക്കി നിങ്ങൾക്ക് മെയിൻ സ്ട്രീമിൽ വരാൻ പറ്റുന്നില്ല? അത് ഈ ലീഗിനെ പോലെ മണ്ടത്തരല്ലേ? ലീഗ് എന്താ മണ്ടത്തരം കാണിക്കുന്നത്? ലീഗ് ജാതി പേര് ഉപയോഗിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം എന്താ മണ്ടത്തരം കാണിക്കുന്നത്? അവർ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇവിടെ കള്ളന്മാര്, ലീഗിന് ബുദ്ധിയില്ലാത്ത ലീഗ് നേതാക്കളെ കോൺഗ്രസിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ കള്ളന്മാർ തന്നെ പറയുന്നല്ലോ. ഇത്രയും ബുദ്ധിമോശം നിങ്ങൾ കാണിക്കുന്നതാണ്. ഇതൊരു സൈക്കോളജി അല്ലടോ, ഇതൊരു ഫിലോസഫി അല്ലടോ, ഇതൊരു ശാസ്ത്രീയ വിലയിരുത്തലല്ലേ? 70% ഉണ്ടല്ലേ BJP വിരുദ്ധമല്ലേ ഇന്ത്യയിൽ? അല്ലെങ്കിൽ ഇന്ന് ഭരണകക്ഷി വിരുദ്ധമല്ലേ വോട്ട് നിൽക്കുന്നത്? ഇന്നും നടക്കുന്നത് കൃത്രിമ വോട്ട് ചെയ്തിട്ട് പോലും 70%, 30% എടുത്തോളൂ. 33 പറയുമെങ്കിൽ എത്രേ ഉള്ളൂ. അപ്പോൾ 70% പുറത്തല്ലേ? എന്ന് നോൺ BJPയിലെ 70%. എന്നിട്ട് എന്തടോ രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് അവർ നയിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ കീഴിൽ വെച്ചാൻ പറ്റാത്തത്? എന്തോ മുലായത്തിൻ്റെ മോനെ അഖിലേഷ് യാദവ് നിങ്ങൾക്ക് വരാൻ പറ്റത്? എന്തോ ലാലുജിയുടെ മോനെ നിങ്ങൾക്ക് വരാൻ പറ്റാത്തത്? അതാണ് നിങ്ങൾ പറയുന്ന നമ്മുടെ അന്ന് നേതാവുണ്ടായില്ലേ, അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ജയപ്രകാശ് നാരായൺ, JP എന്ന് പറഞ്ഞത്. കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്ന്. മറ്റൊന്ന്, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. ഈ 2 പോയിന്റ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അതാണ് അവരെ തെമ്മാടിത്തരവും ധിക്കാരവും അഹങ്കാരവും അറിവില്ലായ്മയും കുറ്റബോധമൊക്കെയാണ്. ഇനി എന്ന് 11 വർഷം 10 വർഷം കഴിഞ്ഞില്ലേ? ഇനി എന്നാണോ നിങ്ങളൊക്കെ പാഠം പഠിക്കുന്നത്? ഒന്ന് മുസ്ലിം ലീഗ് ഇവിടെ ജാതി പാർട്ടി ഉണ്ടെങ്കിൽ BJP ഉൾപ്പെടെ കേരളത്തിൽ വളർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ സമുദായത്തെ കൊച്ചാക്കുന്നു. കള്ളന്മാർ എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിയില്ലാത്ത കള്ളന്മാർ. അതുപോലെ പ്രതിപക്ഷ നേതാക്കളും 90 വയസ്സുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ IACയുടെ പ്രസിഡന്റ്. 88-90 വയസ്സ്, 94 വയസ്സാണ്. നിൽക്കാൻ പോലും പറ്റില്ല. ഇത്രയും കാലം ലോകത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കോടാനുകോടി രൂപ ഉണ്ടാക്കിയിട്ട മനുഷ്യൻ കട്ടും പിടിച്ചു എങ്ങനെയാണെങ്കിലും ഒട്ടെ. കോടാനുകോടി സ്വത്ത് നിസ്സാരക്കാരന, ദളിതാണെങ്കിൽ നിസ്സാരക്കാരനല്ല, വലിയ പണ്ട് ജഗജ്ജീവനെ പോലെ മൾട്ടി മില്യനേഴ്സാണ്. അത്ര കോടി സ്വത്തുണ്ട്. അല്ലാതെ IAC പ്രസിഡന്റ് ആകാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്തടോ നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലാകാത്തത്? എൻ്റെ സംഭാഷണം കേൾക്കുന്ന ബഹുമാന്യ മനുഷ്യസ്നേഹികളായ, രാജ്യസ്നേഹികളായ, ന്യൂനപക്ഷ സ്നേഹികളായ കോടീശ്വര ജനങ്ങളെ, കോടീശ്വരന്മാർ ഉൾപ്പെടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല? എന്താണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നതിൽ അപാകത? അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ മണ്ടന്മാർക്ക് എന്തുകൊണ്ട് വഴികാട്ടി കൊടുക്കില്ല, ഉപദേശിച്ചു കൊടുക്കുക? ലോക ജനതയോട് ചോദിക്കുകയാണ്, ലോകത്തുള്ള ഇന്ത്യക്കാരോട് ചോദിക്കുകയാണ്, ഈ സംഭവം നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല? എന്നിട്ട് വോട്ടിൻ്റെ പിറകെ പോയി കള്ളവോട്ട് നടത്തുന്നു, കോപ്പ് നടത്തുന്നു, വലിയ ആൾക്കൂട്ട ജാഥ, വലിയ ആൾക്കൂട്ടം നടത്തിയില്ല. ഏറ്റവും ഉദാഹരണം പിന്നെ തിരുവനന്തപുരം പണ്ടത്തെ കോർപ്പറേഷനിലെ ഇലക്ഷന് മുരളിയുടെ നേതൃത്വത്തിൽ വലിയ ജാഥ നയിച്ചു എന്നൊക്കെ പറഞ്ഞു. എടോ, ജാഥ നയിച്ചിട്ട് കാര്യമില്ലെന്ന് എന്താണ് വിഡ്ഢികളെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇലക്ഷൻ ജയിക്കൽ 3 കാര്യമാണ് വേണ്ടത്. എന്താണ്? ഒന്ന്, വോട്ടേജ് ലിസ്റ്റ് പേരിലാക്കുക, പേര് ചേർക്കുക, അവർക്ക് വോട്ട് ചെയ്യിക്കുക, ചെയ്ത വോട്ട് നഷ്ടപ്പെടാതെ എണ്ണി തിട്ടപ്പെടുത്താൻ വരും, അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തരും, അതിന് പുറകിൽ മാറാതിരിക്കുക. ഇപ്പം ബീഹാറിൽ മാറാതിരിക്കുന്ന അതാണ് ചില അട്ടിമറിയൊക്കെ മനസ്സിലായത്. ഇത് കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റുന്നില്ല. എത്ര വോട്ടേജ് പുതിയതായിട്ട് എത്ര വെച്ച് ചേർത്തുകൾക്ക്? ഈ 5 വർഷം കഴിഞ്ഞല്ലോ, ഇലക്ഷൻ നമുക്ക് അറിയാമല്ലോ, എത്ര പേര് ചേർത്തിട്ടുണ്ട്? ഈ അടിപിടിയും കൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കി തല്ലുണ്ടാക്കാല്ലേ? അതാ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ ഒരു ജാതി പാർട്ടിയും ഇന്ത്യയിലെ ജാതി പാർട്ടി ലീഗ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾക്കും ബുദ്ധി ഉദിക്കാത്ത കാലത്തോളം BJP സുഖമായിട്ട് രാജ്യം ഭരിക്കും, അവർ ഹിന്ദു രാഷ്ട്രമാക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ ജനങ്ങൾ 70% പേര് അനുകൂലമല്ല. ബാക്കി 30% പല പല ലോഭങ്ങൾ കൊണ്ടും ആണ് വോട്ട് ചെയ്ത് പോയത്, അല്ലാതെ അനുഭാവികളായിട്ടില്ല. പല പല ഘടകങ്ങളുണ്ട്. എന്തുവാട്ടത്? ബാക്കി 70% പുറത്തു കിടക്കല്ലേ? അവർ സംഘടിപ്പിച്ചിട്ട് ഈ മന്ത്രിസഭ താഴെ ഇറക്കാൻ
നീണ്ട 10 വർഷം കിട്ടിയിട്ട് ഈ കോൺഗ്രസിനെ കൊണ്ടോ അല്ലെങ്കിൽ ലാലുവിൻ്റെ മോനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഒറ്റ കാരണം ഇതാണ്. എന്താണ്? BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളെയും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി. ആ ഇന്ത്യയുടെ പേര് തന്നെ തട്ടിപ്പാണ്, പണ്ടത്തായി കാണിപ്പോയി. എന്തു ആകട്ടെ, ആ UPA ഉണ്ടായിരുന്നു നേരത്തെ, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ആ പേരിന് എന്തായത് കുഴപ്പം? അത് മാറ്റി മണ്ഡൽ ലാഹുലൊക്കെ അത് മാറ്റി വെച്ച് പുതിയ പേര് ഏതോ അക്ഷര സിനിമ പേരിടുമ്പോൾ ഒപ്പിച്ചെടുത്ത് ഇന്ത്യന്ന് 5 അക്ഷരത്തിന് വാക്ക് കിട്ടാൻ വേണ്ടി എന്തോ ഒരു പാടുപെട്ട് എത്ര അർത്ഥശൂന്യമായ പേരാ പ്രായോഗികപ്പെടുത്തിയത്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, പുരോഗമന രാഷ്ട്രീയ സഖ്യം, ഐക്യസഖ്യം, പുരോഗമന ഐക്യ സഖ്യം. അതിനെന്തായിരുന്നു കുഴപ്പം? അത് വെച്ച് രണ്ടു പ്രാവശ്യം ഭരിച്ചല്ലേ. ആ പേര് മാറ്റി വേറെ പേര്, ആ പേര് അത് തന്നെ എത്രയോ അധ്വാനം. ഒരു പേര് പ്രചരണത്തിൽ വെക്കണമെങ്കിൽ എന്താ ചിലവെന്ന് അറിയുമോ? ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം എന്നാണ്. അത് കുറേ സമയം പിടിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10,000 കോടി രൂപയായിട്ട് നിങ്ങൾ വരുമോ? മനോരമ പോലും 10 ഉണ്ടാക്കാൻ പറ്റുമോ? എത്ര കോടി പിടിക്കലോ അത് സമയം പിടിക്കും. ഹജിരേണ ക്രമേണ വളരുള്ളൂ, ഏറ്റവും ദിവസം ആവില്ല. അതുപോലെ പുതിയ പാർട്ടി ഉണ്ടാക്കി, അതൊരു ക്ഷീണം. മറ്റൊരു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള അവിടെ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചു. അതിനുശേഷം പ്രിയങ്ക മത്സരിച്ചു. ഇതും ഒരു ഘടകമാണ്. ഇങ്ങനെ നിങ്ങൾ ആൾക്കൂട്ടം ഉണ്ടാക്കിക്കൊള്ളൂ. വോട്ടേഴ്സിന് പേര് ചേർക്കാൻ വോട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് BJP ജയിച്ചത്. അതുകൂട്ടത്തിൽ പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, അക്കൂട്ടത്തിൽ അവർ അട്ടിപ്പറിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പൊതുജനങ്ങൾക്കൊന്ന് വിശ്വാസമില്ലെന്ന് മാത്രമല്ല, വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. യാതൊരു ന്യായീകമില്ലാത്ത പ്രവൃത്തിയാണ് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നത്. ഇന്നൊരു സംഘപരിവാർ പറഞ്ഞു ഒരു കുറച്ച് നെഹ്റുവിന് അവിടെ അഡ്മിഷൻ ചെന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയില്ലേ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അവിടെ മാർക്ക് ബുദ്ധിയില്ലാത്തവർ എടുത്തില്ല. അവസാനം നെഹ്റുവിൻ്റെ അച്ഛൻ ചോദിച്ചു, ഈ യൂണിവേഴ്സിറ്റിക്ക് എന്ത് വിലയാണ്, ഞങ്ങൾ വില കൊടുക്കാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞാണ് അഡ്മിഷൻ കിട്ടി. 4 ഗേറ്റിലും 4 കാറും സംവിധാനം ഓക്കെ. ഞാൻ ഒറ്റ കാര്യം പറയാം. നെഹ്റുവിനെ ഞാൻ കോൺഗ്രസ് വിമർശിക്കുന്നത്, നെഹ്റുവിനെ വിമർശിക്കുന്നില്ല. നെഹ്റുവിൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഞാൻ ഒറ്റ കാര്യം പറയാം. അതായത് സാധാരണ നമ്മൾ പറഞ്ഞില്ല, ഒരു കല്യാണ സദ്യക്ക് 100 കിലോ അരി വേവിക്കുന്നത് എല്ലാ ചോറും നമുക്ക് വെന്തു നോക്കുമോ? ഇല്ല, 1 or 2 നോക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും. അത് നമ്മളെ സാമ്പിൾ ടെസ്റ്റ് പറയും. ഒറ്റ സാമ്പിൾ എടുക്കാം. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 1-2 പ്രാവശ്യം പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. പ്രധാനമന്ത്രിയായിട്ട് വിദേശ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ അദ്ദേഹത്തിന് ഏക പെങ്ങൾ ലക്ഷ്മി പണിന് വേണ്ടി 2 പേന കൊണ്ടുവന്നു. ആ പേര് കൊണ്ടുവന്ന് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞോ? പിയോട് പറഞ്ഞ് ആ പേരെ കസ്റ്റംസിൽ കാണിച്ച് ഡ്യൂട്ടി എടുത്തു വരാൻ പറഞ്ഞു. രേഖയുണ്ട്, ഞാൻ കമ്പനി പറയുന്നില്ല. ഇവിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പ്രധാനമന്ത്രി വിദേശ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി 2 പേന കൊടുത്തിട്ട് അത് എക്സൈസ് ഡ്യൂട്ടി അടിച്ച് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അല്ലടോ മാന്യൻ. 1 ലക്ഷം വിലയുള്ള പേന ഉപയോഗിക്കുന്ന മോഡിയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വിലയുള്ള ഡ്രസ്സ് എടുക്കുന്ന മോഡിയാണോ മാന്യെന്ന്? അതൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഇല്ല. അതാണോ കൂടുതൽ പുണ്യമാണ്? അല്ല. അങ്ങനെ നെഹ്റുവിനെയാണ് സംഘപരിവാർ വളരെ വളരെ മ്ലേച്ഛമായി വിമർശിക്കാതെ തെറ്റൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ വിമർശനം ആവശ്യമാണ്, ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണ്. അതിൽ താങ്കൾ പോലും രാഷ്ട്രീയത്തിൽ വന്നാൽ, ദൈവം പോലും രാഷ്ട്രീയ മത്സരിക്കാൻ വന്നാൽ പ്രതിപക്ഷം വിമർശിക്കും അല്ലെങ്കിൽ എതിരാളി വിമർശിക്കും. അത് സ്വാഭാവികമാണ്. അതാണ് നമ്മുടെ പണ്ട് താങ്കൾ മത്സരിക്കുക. ഇലക്ഷൻ വരാത്തത്, ഇലക്ഷൻ വന്ന വിമർശനം ഉണ്ടാവും. പക്ഷേ നെഹ്റുവിനെ ഇവർ വിമർശിക്കുന്നത് അങ്ങനെയല്ല, വളരെ മ്ലേച്ഛമായിട്ടാണ്. കോൺഗ്രസ്സിൽ ചില അപാകതയുണ്ട്, ചില നേതാക്കളുടെ പോലെ ഞങ്ങൾ കുറ്റം പറയും. അതിനർത്ഥം കോൺഗ്രസ് മൊത്തത്തിൽ മോശമെന്നല്ല. പ്രധാനമന്ത്രിയായത് പിന്നെ നെഹ്റുവിനെ പോലെയൊക്കെ വിമർശിക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. അത് കാരണം അവർക്ക് അഴിമതിക്കാരായതില്ല. ജന്മന സമ്പന്നായതോ സമ്മതിച്ചു, അഴിമതിക്കാരായതില്ല, കഴിവിട്ടവരായതില്ല. നെഹ്റുവൊക്കെ മനുഷ്യസ്നേഹിയായതോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നെഹ്റുവൊക്കെ ഒരു മനുഷ്യസ്നേഹി തന്നെയാണ്.
ആ നെഹ്റുവിനെയാണ് വളരെ മോശമല്ല മ്ലേച്ഛമായ രീതിയിൽ സംഘപരിവാറും BJPയും എതിർക്കുന്നത്. ഇപ്പൊ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞല്ലോ, കുടുംബാധിപത്യം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ, അതൊക്കെ 100% എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ നെഹ്റുവിനെ പോലെ അത് ജീവിച്ച് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് കോൺഗ്രസ് നശിപ്പിച്ചാൽ ഇന്ത്യയിൽ BJP വളരെ പറ്റുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും അതൊന്ന് കൂട്ടിനിൽക്കാൻ മൊയ്തീൻ ഷാ ഗ്രൂപ്പ് സാധിക്കില്ല. അത് വേറെ ഇത് വേറെ. പക്ഷെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ കഴിവേട്, കേരളത്തിൽ നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണ്ടത്തരം, ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതിനർത്ഥം പഠിക്കുന്ന കുട്ടിയെ അധ്യാപകൻ തല്ലും, കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, കൂടുതൽ സ്നേഹം ഉണ്ടായിട്ടാ. അതുപോലെ ഞങ്ങൾ ലീഗിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് വിമർശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ, അവർ നേതാക്കൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടും അവർ നന്നാകാൻ വേണ്ടിയാണ്. അതാണ് അത് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പൊ പലർക്കും ആ പഴയതുപോലെ വിമർശിപ്പില്ല. കാരണം ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നില്ല. ഇത് അടിച്ചമർത്തല്ലോ, ന്യായമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിം പേരിയത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോരായി? അതിന്റെ അപാകത ഞമ്മളോ. നിങ്ങൾ ആത്മീയമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളെ ജാതി തന്നെ ഉപയോഗിക്കണം. ഭൗതികമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ജാതിയോ മതമോ ഉപയോഗിച്ചാൽ ആ പ്രസ്ഥാനത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വളർച്ച 100% ഒപ്പെത്താൻ പറ്റില്ല. ചെറിയ ന്യൂനത പോലും കാണും. ആ ന്യൂനത ഉള്ളുകൊണ്ടല്ലേ 40% മുസ്ലിങ്ങളായിട്ട് കേരളത്തിൽ കുഞ്ഞാക്കയുടെ പാർട്ടിയും മുഖ്യ സ്ഥാനം ആവശ്യപ്പെടുന്നില്ലല്ലോ. CH മുഖ്യമന്ത്രി ലീഗുകാർ വന്നിട്ടില്ല. അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയിപ്പോയതാണ്. കാരണം അവർക്ക് പോലും മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്നില്ല. അതിനർത്ഥം അവർ 2ാം പൗരനായിട്ട് കണക്കാക്കുന്നത്. അത് എന്തോട് 2ാം പൗരനായിട്ട് നമ്മുടെ സ്വയം തോന്നാൻ കാരണം ആ ജാതിപ്പേൽ നിൽക്കുന്നുണ്ടല്ലേ. നിങ്ങൾ അല്ലാത്ത ഞാൻ പറയാം, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് IUM പേര് മാറ്റ, ജാതി കോടി ഒന്നും മാറണ്ട, ഒരക്ഷരം മാത്രമേ മതി, ഷോർട്ട് ഫോം മാറണ്ട. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് IUC, അല്ലെങ്കിൽ കോൺഗ്രസ് U, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പേര് നമ്മൾ ഒരു ദേശീയ പാർട്ടി. ജനതാദളുണ്ട്, ജനതാദൾ പിന്നോക്ക പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പറഞ്ഞു സവർണ വിഭാഗം മാറ്റി നിർത്തും. ജനതാദൾ കേട്ടോ ചില സവർണ വിഭാഗം ചില ആൾക്കാർക്ക് പിന്നെ പുച്ഛമാണ്, ദളിതിനെ പോലെയാണ്. BSP നിങ്ങൾ പറഞ്ഞു നടക്കുമ്പോഴല്ലോ ചില സവർണ വിഭാഗം സമ്മതിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ ഡൽഹി ട്രിവാൻഡ്രം, കൊച്ചി, കേരള യൂണിവേഴ്സിറ്റിയിലെ ഡീൻ മെയിൻ ആളെന്താ പറഞ്ഞോ, അങ്ങനെ പോലേനും പറയനും വന്ന് സംസ്കാരം പഠിച്ച് അതിൻ്റെ കാളഞ്ഞെന്ന് ഇന്ത്യയെ പോലെ രാജ്യത്തല്ലെങ്കിൽ അവരൊക്കെ ഭൂമുഖത്ത് വെളിച്ചം കാണുമോ? അങ്ങനെ പറഞ്ഞവരൊക്കെ 80-90% ഉണ്ട് ഈ സാധനം പിന്നൊക്കെ ന്യൂനപക്ഷ ഇന്ത്യയിൽ. അത് 90% ഉള്ള ഒരു രാജ്യത്ത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഭൂമുഖം അവർ കാണുമോ? അല്ലെങ്കിൽ വെളിച്ചം കാണുമോ? എന്നിട്ടെന്താണ് കോടതിയിൽ ഒരു വിഭാഗവും, കേന്ദ്രം ഭരിക്കുന്ന ഒരു വിഭാഗവും, സംസ്ഥാനം ഭരിക്കുന്ന അറികെട്ട ഒരു വിഭാഗവും. അത് വ്യത്യാസമുണ്ട്. അതും കൂടി അനുകൂലം നിൽക്കുന്നതാണ് അവരൊക്കെ പറയുന്നത്. അല്ലെ പറയോ? ഇപ്പൊ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ, കണ്ണൂർ കോർപ്പറേഷനാണല്ലോ, അവിടെ ഒരു എതിർ പ്രമേയം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ഉം അതിലൂടെ BJP ചോദിച്ചു. BJPക്ക് ഒരു സീറ്റുള്ളൂ, CPIക്ക് ഒരു സീറ്റുള്ളൂ. CPI അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടിയും BJPയും തമ്മിൽ അന്തർധാര വളരെ വലുതാണ്. ശരിക്കും മുന്നണിയാണ് അവർ, യഥാർത്ഥത്തിൽ മുന്നണി. ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ 2026 അസംബ്ലി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേരളത്തിൽ CPM ഇല്ല, പിന്നെ BJP മാത്രമേ ഉള്ളൂ. അതിന് CJP തമ്മിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭാരതീയ പാർട്ടി എന്ന് പറയും ആയിപ്പോവും. പശ്ചിമ ബംഗാൾ പോലെ, ത്രിപുര പോലെ. നമുക്ക് സങ്കടമുണ്ട്. ജനലക്ഷങ്ങൾ ജീവനും സമ്പത്തും കൊടുത്ത് വളർത്തിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത് വളരെ താഴോട്ട് പോകാൻ പോയി. വേറെ രീതിയിൽ ആസാമിൽ പിന്നെ ത്രിപുരയിൽ ഇത് സംഭവിച്ചു, പശ്ചിമ ബംഗാൾ സംഭവിച്ചു. പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ത്രിപുരയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഓഫീസും BJP ഓഫീസാക്കി. ഇതന്നെ കേരളം സംഭവിക്കാൻ പോകുന്നു. എന്നിട്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മനഃശാന്തിയില്ല, ഒരു ദുഃഖമില്ലല്ലോ, ഒരു ചിന്തയില്ലല്ലോ. അത്ര കണ്ട് അത് പറ്റി.
അതായത് തിരുവനന്തപുരം പട്ടണത്തിൽ എം എന്നറിയപ്പെടുന്ന എനിക്കറിയുന്ന ആളെ ട്രിവാൻഡ്രം ജില്ലയിലെ മുഹമ്മദാണ് എം. ആ മുഹമ്മദ് മതം മാറി ഹിന്ദുവായിട്ട് സന്യാസിയായിട്ട് ഈ RSSന്റെ കെയർഫുള്ളാക്കുന്ന ഒരു സന്യാസിയുണ്ട് എം, മിസ്റ്റർ എം. ആ എമ്മും പിണറായിയും കൂടി ട്രിവാൻഡ്രത്ത് മസ്കറ്റോളം എൻ്റെ ഓർമ്മ ഹോട്ടലിൽ മുറി അടിച്ചിട്ട് മണിക്കൂർ സംസാരിച്ചോ അന്ന് തീർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വളർച്ചയും അവരിതും അന്ന് പോലെ തുടങ്ങിയതാണ് ഈ ബന്ധം. സഖ്യമാകാം, നിങ്ങൾ പരസ്യമായിട്ട് BJPയും CPM സഖ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് ഈ ചതിവുകൾ കൂടിയുള്ള സഖ്യമാണ്. ശത്രു മിത്രം നമ്മൾ അറിഞ്ഞാൽ ശത്രുവാണെന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ശത്രു അറിയാതെ മിത്രം നിൽക്കുകയും ചെയ്യും, ശത്രു പണിയാലോ. അതാണ് വഞ്ചന എന്ന് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളിപ്പോഴുള്ള ഗ്രൂപ്പ് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹം ഒറ്റപ്പെടും, സമൂഹം ഞങ്ങളെ മണ്ടനാക്കും. ഐ എം നോട്ട് മാഡ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് മണ്ടനാക്കാൻ പറ്റില്ല. ഒരു വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലും സ്വാധീനത്തിൻ്റെ പേരിൽ ഞങ്ങൾ മണ്ടാകാൻ പറ്റില്ല. അതാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള CPM പ്രസ്ഥാനം വളരെ താഴെ അധംപതിച്ചു പോയി. എന്തൊക്കെ എതിർപ്പുണ്ടായി. അബു, ഞാനൊരു പയ്യൻ പറയാം, അബു അരീക്കോട് പാവം പയ്യൻ LLBക്ക് തേർഡ് ഇയറാണ്. ഇത്രകെട്ട് ദാരിദ്ര്യമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ കൊച്ച് ആത്മഹത്യ ചെയ്ത്. അതിന് കാരണം ആരാണ്? അല്ലെങ്കിൽ ആത്മഹത്യയാണോ അത് കൊന്നാണോ? അവസാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ പോലും വിചാരിച്ചത് എന്താ ഈ ചെറുക്ക് ഇത്രയും സഖാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി വാദിക്കണത്. വളരെ കർശനമായിട്ട് വാദിക്കരുത്. വളരെ അവസാനം അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിൽ നമ്മുടെ പിണറായി സഖാവ് ആ വിഷയത്തിൽ പുള്ളി എതിരായിരുന്നു കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തോ ആള് മരിച്ചു. നമ്മുടെ അഭിമന്യു മരിച്ചു. ജോൺ ബ്രിട്ടാസ് അല്ല, മറ്റേ ബ്രിട്ടോസ്. അല്ലെങ്കിൽ എത്ര ആൾക്കാരാണ് മരിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അകാലത്തിൽ ചരമോടിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ വിഭാഗികൾ എല്ലാ പാർട്ടിയിലും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതിற்கு പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമോ? ആ കാരണം കണ്ടുപിടിക്കുമോ? ഒന്നും കണ്ടുപിടിക്കില്ല. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി വാദിക്കുന്ന, കോൺഗ്രസിന് വാദിക്കുന്ന ശക്തമായി ഞങ്ങൾ എത്രയേക്കാൾ ഞങ്ങളുടെ മതത്തേക്കാൾ ഞങ്ങളുടെ കുടുംബത്തേക്കാൾ വലുത് പാർട്ടിയാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ പെരുക്ക് തനിക്ക് താനും പെരുക്ക് തോന്നും. നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചത്ത് കഴിഞ്ഞാലും അസുഖമെന്ന് കിടത്താലും ഒരാൾ തിരിഞ്ഞു നോക്കില്ല. പാച്ചെറുക്കൻ്റെ ഒരു മൊയ്ലിയാർ മോനാണെന്നാണ്, ഒരു ഉസ്താദിൻ്റെ മോനാണ്. സംസാരിക്കും, കുറേയൊക്കെ അറിയാം. വിദ്യാഭ്യാസം LLB പഠിക്കാൻ അറിയാമല്ലോ വിദ്യാഭ്യാസം. അതും മർക്കസിൽ തൊട്ടടുത്താണ് വാടകക്കാർ താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ആരാണ് എൻ്റെ ഉത്തരവാദി? ആരാണ് കരൻ പുറകിലാലും എത്ര പേര് കൊല്ലുന്നുണ്ട്? അതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? ആരെങ്കിലും കണ്ടു നിൽക്കുന്നത്? ഉത്തരവാദിത്തമുണ്ടോ? ഏതായാലും ആ പയ്യൻ്റെ ആത്മാവ് നിത്യശാന്തി എന്ന് പറഞ്ഞാൽ പടച്ചോനെ ആ മനുഷ്യൻ എല്ലാ തെറ്റുണ്ടെങ്കിൽ പുറത്ത് ഈ ലോകം നരകമായിരുന്നു, പരലോകികൾ കൊടുക്കണമെന്ന് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. തെറ്റുകൾ ആർക്ക് പറ്റും? എനിക്കൊക്കെ പറ്റുന്നില്ലെന്നല്ല. ഞങ്ങളൊന്നും അത്ര സമ്പന്നന്മാരൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തന ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും പറയാണ്. അപ്പം ഇത്തരണത്തിൽ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദീർഘവീക്ഷണം. കഴിഞ്ഞ സംഭവം വിലയിരുത്തൽ നമ്മൾ ഭാവി തീരുമാനിക്കും. കഴിഞ്ഞ സംഭവങ്ങൾ വിലയിരുത്താം, അടിസ്ഥാനം എടുക്കാം, അതിലേ പറ്റുള്ളൂ. ഒരാൾ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അത് വിലയിരുത്തി അതനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ മണ്ടെന്ന് ലോകം പേര് പറയും. ഞാൻ പറഞ്ഞു 1969 കൊച്ചിൻ എയർപോർട്ട് എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷാ ഉണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. 1975 വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് അടിയിൽ കൂടിയോ മുകളിൽ കൂടിയോ പാലം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം കണ്ടിരുന്ന മൊയ്തീൻ ഷാ ഉണ്ട്. 1999 അങ്കമാലിയൂർ മെഗാ ബൈപ്പാസിന് വേണ്ടി പ്രവർത്തിച്ച മൊയ്തീൻ ഷാ ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി 1966 കേവലം 16 വയസ്സുള്ളപ്പോൾ മൊയ്തീൻ ഷായുടെ ഒരു അമിത സ്വപ്നമായിരുന്നു തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്നുള്ളത്.
അത് ഈ അടുത്ത കാലത്ത് അതിനുവേണ്ടി ശ്രമിച്ച് കുറച്ച് വന്നപ്പോഴാണ്, ശാസ്ത്രീയമായിട്ടും ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മധ്യ കേരള തലസ്ഥാനവും ഉത്തര കേരള സംസ്ഥാനവും ഈ കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഷയം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ ചാലക്കുടിക്കും ആലുവയ്ക്കും എടുക്ക്, എറണാകുളത്തും എടുക്ക്, അതല്ലെങ്കിൽ കറുകുറ്റി ഭാഗത്ത് വേണമെന്നുള്ള തീരുമാനം. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കാര്യങ്ങളും അവർക്ക് ദീർഘവീക്ഷയില്ല. കാരണം എല്ലാ ട്രാക്ടർ വന്നാലും സമരം, കമ്പ്യൂട്ടർ വന്ന സമരം, മറ്റെല്ലാത്തിനും സമരം ചെയ്തത് അവസാനമാണ് അവസാനിക്കണം. വിദ്യാഭ്യാസത്തിന് സമരം ചെയ്തു, ഇപ്പോൾ അതിൻ്റെ സ്വകാര്യ വിദ്യാഭ്യാസം കൊടുത്തില്ലേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം അടുത്ത കാലത്ത് വർഷങ്ങളായിട്ട് AK സെന്ററിൽ റിസർച്ച് വെക്കണ്ടെങ്കിലും ദീർഘമായ കാര്യത്തിൽ അവർക്ക് ഒരു ചിന്തയില്ല, മണ്ടത്തം തന്നെയാണ്. അത് ഞാൻ കാണിക്കുക, അതാണ് പറഞ്ഞത്. മൈദീൻഷാല്ല, മൈദീൻഷയുടെ ഗ്രൂപ്പ് അതല്ല. അവർ വളരെ ദീർഘമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അക്ഷരം പറയും, അച്ചട്ടം നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇത്ര ഡേറ്റ് വെച്ച് പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കാര്യം. അപ്പോൾ എനിക്ക് കാണാപ്പാടാൻ അറിയാം, അതിലേക്ക് റെഫറൻസ് ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പണ്ട് സലീം കുമാർ പറഞ്ഞില്ലേ, പട്ടിക്ക് കലർന്ന് നോക്കട്ടെ കന്നിമാസമായോ എന്ന് അറിയാമെന്ന് പറയും പോലെ, കന്നിമാസം ഇത് കലർന്ന് നോക്കിയാടെ പട്ടി ബന്ധപ്പെടുന്നത്. അത് ജന്മവാസനയാണ്. അതുപോലെ ഞങ്ങൾക്ക് കാണാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് CPIM പറഞ്ഞു, നിങ്ങൾ ഈ അന്ധമായ അല്ലെങ്കിൽ അനൗദ്യോഗികമായ BJP സഖ്യം, സംഘപരിവാർ സഖ്യം ശ്രദ്ധിക്കണം. കോൺഗ്രസ് മുസ്ലിം ലീഗ് ജാതി പാർട്ടി ഉപേക്ഷിക്കണം. കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ബാക്കി 70% പേരെ ഉൾക്കൊള്ളുന്നവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് BJP ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകണം. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.